ലോകത്ത് ഒട്ടനവധി മനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അവയുടെ ഇരുണ്ട ഭൂതകാലം കൊണ്ടും ഭീകരമായ ഓർമ്മകൾ കൊണ്ടും നമ്മെ ഭയപ്പെടുത്താറുണ്ട്. അത്തരത്തിലൊരു സ്ഥലമാണ് തേംസ് നദിയിലെ ഡെഡ്മാൻസ് ദ്വീപ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മരണത്തിന്റെയും ദുരന്തത്തിന്റെയും മരവിപ്പിക്കുന്ന കാഴ്ചകൾ നിശബ്ദമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. ലണ്ടനിൽ നിന്നും ഏകദേശം 40 മൈൽ അകലെ കെൻ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന് ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഒരു കഥ പറയാനുണ്ട്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം കുറ്റവാളികളെയും രോഗികളെയും ഓസ്ട്രേലിയ പോലുള്ള വിദൂര കോളനികളിലേക്ക് കപ്പലുകളിൽ നാടുകടത്തിയിരുന്നു. ഈ യാത്രകൾ വളരെ ക്ലേശകരമായിരുന്നു. കപ്പലുകളിൽ തിങ്ങിപ്പാർത്തവർക്ക് ശുചിത്വമില്ലായ്മയും പോഷകാഹാരക്കുറവും സാധാരണമായിരുന്നു. തൽഫലമായി പല തടവുകാരും കപ്പലിൽ വെച്ച് തന്നെ മരിക്കുകയോ ഗുരുതരമായ രോഗങ്ങൾ പിടിപെടുകയോ ചെയ്തു. അക്കാലത്ത് തുറമുഖങ്ങളിൽ രോഗികളെയും മൃതദേഹങ്ങളെയും ഇറക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുമെന്നും ഭയന്നിരുന്നു. അതിനാൽ ഈ മൃതദേഹങ്ങളെയും രോഗികളെയും അടക്കം ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലം ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഡെഡ്മാൻസ് ദ്വീപ് ഒരു ശ്മശാനമായി മാറിയത്. കപ്പലുകളിൽ മരിച്ചവരെയും മരണാസന്നരായവരെയും ഈ ദ്വീപിൽ ഉപേക്ഷിച്ചു. പലപ്പോഴും തിരക്കിട്ട് കുഴിച്ച കുഴികളിലോ തുറന്ന നിലയിലോ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. കപ്പലുകളിൽ നിന്നുള്ള രോഗികളും ഇവിടെ എത്തിച്ചേർന്നു. അവിടെ അവർക്ക് മതിയായ ചികിത്സയോ പരിചരണമോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങി. ഓസ്ട്രേലിയയിലേക്ക് നാടുകടത്തിയിരുന്ന കുറ്റവാളികളിൽ പോലും ഈ ദ്വീപിൽ മരണത്തിന് വിട്ടുകൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഏറെ ഹൃദയഭേദകമാണ്. കാലക്രമേണ ഈ മൃതദേഹങ്ങൾ ദ്രവിച്ച് അസ്ഥികൂടങ്ങളായി മാറി. ദ്വീപിന്റെ ഓരോ കോണിലും ഇന്ന് ഈ ഭീകരതയുടെ തെളിവുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഡെഡ്മാൻസ് ദ്വീപിന്റെ പേടിപ്പെടുത്തുന്ന ചരിത്രം അതിന്റെ ഓരോ തരി മണ്ണിലും തെളിഞ്ഞു കാണാം. മനുഷ്യന്റെ തലയോട്ടികളും കൈകാലുകളും അസ്ഥികളും പല്ലുകളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ ചിതറിക്കിടക്കുന്നു. ഭയാനകമായ നിശബ്ദതയും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ അവശിഷ്ടങ്ങളും ചേർന്ന ഈ അന്തരീക്ഷം ഈ ദ്വീപിന് ഡെഡ്മാൻസ് ദ്വീപ് എന്ന പേര് സമ്മാനിച്ചു. പലയിടങ്ങളിലും ഇപ്പോഴും തുറന്നു കിടക്കുന്ന ശവപ്പെട്ടികൾ കാണാമെന്നത് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് വെള്ളത്തിനടിയിലായിരുന്ന അസ്ഥികളും ശവപ്പെട്ടികളും വേലിയിറക്കത്തിൽ തെളിഞ്ഞു കാണുന്നത് ഭീകരമായ കാഴ്ചയാണ്. ഈ കാഴ്ചകൾ കണ്ടവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി അത് മാറും. ഇത്രയധികം മനുഷ്യരുടെ അന്ത്യവിശ്രമ സ്ഥലമായതുകൊണ്ടാവാം ഡെഡ്മാൻസ് ദ്വീപിനെ ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹ കഥകളും കെട്ടുകഥകളും പ്രചരിക്കുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ ദ്വീപിൽ അലഞ്ഞു തിരിയുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ ഒരിക്കൽ ഇവിടെ തടവിലാക്കപ്പെട്ടവരുടെ ആത്മാക്കളെ വിഴുങ്ങാൻ ദുഷ്ടശക്തികൾ വന്നിരുന്നുവെന്നും കരുതുന്നു. ഈ കഥകൾ ദ്വീപിന്റെ ഭീകരതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ദ്വീപിലെ ഈ ദുരൂഹതയും ഭീകരതയും കാരണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇവിടെ കാൽ കുത്താൻ ധൈര്യമുണ്ടായിട്ടുള്ളൂ. ദി മിറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 200 വർഷത്തോളമായി ഈ ദ്വീപിലേക്ക് ആർക്കും പ്രവേശനമില്ല. പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ലെങ്കിലും ചരിത്ര ഗവേഷകർക്കും ചില മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേക അനുമതിയോടെ ഇവിടെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 2017 BBC പ്രത്യേക അനുമതിയോടെ ഈ ദ്വീപ് സന്ദർശിക്കാൻ സാധിച്ചു. അവതാരകയായ നതാലി ഗ്രഹാം അവിടുത്തെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞത് അവിശ്വസനീയമായ അനുഭവം എന്നാണ്. അത്രയധികം ഭയാനകമായ കാഴ്ചകൾ താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അത് എന്നേക്കുമായി ഓർമ്മയിൽ തങ്ങി നിൽക്കുമെന്നും അവർ പറയുകയുണ്ടായി. അവരുടെ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകൻ ഈ അനുഭവം ഒരു ഹൊറർ സിനിമയിലൂടെ നടക്കുന്നതിന് തുല്യമാണെന്ന് കൂട്ടിച്ചേർത്തു. അസ്ഥികളും ജീർണിച്ച ശവപ്പെട്ടികളും നിറഞ്ഞ ഒരു ഭൂമിയിലൂടെയുള്ള ആ യാത്ര അവർക്കൊരു ഭീകരമായ അനുഭവമായിരുന്നു. അവർ കണ്ട കാഴ്ചകൾ ഡെഡ്മാൻസ് ദ്വീപിന്റെ ഭീകരതയുടെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. പ്രകൃതിയുടെയും സമയത്തിന്റെയും സ്വാധീനം ഡെഡ്മാൻസ് ദ്വീപിന്റെ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കടൽക്ഷോഭവും വേലിയേറ്റങ്ങളും കാരണം മൃതദേഹ അവശിഷ്ടങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നു. മണ്ണൊലിപ്പ് കാരണം കൂടുതൽ അസ്ഥികൂടങ്ങൾ പുറത്തു വരുന്നു. ഇത് ദ്വീപിന് ഒരു മാറിക്കൊണ്ടിരിക്കുന്നതും ഭീകരവുമായ രൂപം നൽകുന്നുണ്ട്. ദ്വീപിന് ചുറ്റുമുള്ള കണ്ടൽ കാടുകളും മറ്റും സസ്യജാലങ്ങളും അതിന്റെ ഭീകരമായ രൂപത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നു. കാറ്റിന്റെ ഇരമ്പലും കടൽ തിരമാലകളുടെ ശബ്ദവും ദ്വീപിന്റെ നിശബ്ദതയെ ഭയാനകമാക്കുന്നു. ഡെഡ്മാൻസ് ദ്വീപ് കേവലം ഒരു ഭീകര ദ്വീപ് മാത്രമല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൊളോണിയൻ ചരിത്രത്തിന്റെയും ജയിൽ കപ്പലുകളിലെ തടവുകാരുടെ ദുരന്തങ്ങളുടെയും ഒരു നിശബ്ദ സാക്ഷ്യം കൂടിയാണ്. അക്കാലത്തെ ശുചിത്വമില്ലായ്മ, രോഗങ്ങൾ, മനുഷ്യന്റെ ദുരിതങ്ങൾ എന്നിവയുടെ എല്ലാം ഓർമ്മപ്പെടുത്തലാണ് ഈ ദ്വീപ്. മനുഷ്യന്റെ ക്രൂരതയുടെയും അവഗണനയുടെയും ഒരു സ്മാരകം കൂടിയാണിത്. മരണത്തിന്റെയും ദുരന്തത്തിന്റെയും ഒരു ജീവനുള്ള മ്യൂസിയം പോലെ ഈ ദ്വീപ് ഇന്നും നിലകൊള്ളുന്നുണ്ട്. അതിലെ ഓരോ അസ്ഥിയും ഓരോ ശവപ്പെട്ടിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മരണത്തിന് കീഴടങ്ങിയ അനേകം മനുഷ്യരുടെ കഥകൾ നമ്മോട് പറയുന്നുണ്ട്. ഡെഡ്മാൻസ് ദ്വീപ് ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യന്റെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കാൽ കുത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?
ഈ ദ്വീപ് സന്ദർശിക്കുന്നത് ഒരു സാഹസിക യാത്ര മാത്രമല്ല, ഒരു ചരിത്ര യാത്ര കൂടിയായിരിക്കും. പക്ഷേ അതിന് വലിയ ധൈര്യം ആവശ്യമാണ്.